എല്ലാ കൂട്ടുകാർക്കും മിഷൽ ടെസ്റ്റി ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയത്ത് എല്ലാം ഉച്ചവരക്കുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഇന്നിപ്പോൾ രാവിലത്തെ പലഹാരം എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഡ്ഡലി മാവ് ഞാൻ തട്ടിലൊഴിച്ച് വെക്കുകയാണ്, വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി മാവ് സാധാ സ്റ്റീൽ പാത്രത്തിലാണ് ഇതാക്കിയിരുന്നത്. അപ്പോൾ എനിക്ക് ഒന്നുകൂടി പെർമനൻ്റായിട്ട് കിട്ടണത് നല്ല രീതിയിൽ അത് പുളിച്ച് വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഫൈബറിൻ്റെ പാത്രത്തിൽ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വെക്കുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് നന്നായിട്ട് പൊന്തി വരുന്ന മാവ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഫൈബറിൻ്റെ പാത്രത്തിൽ നല്ല ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് തന്നെ പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി മാവൊക്കെ വെച്ച് വെക്കുകയാണ്. ഇനി ചോറ് കൊണ്ടുപോകണം. ഒരാൾക്ക് സ്കൂൾക്ക് രണ്ടാളുണ്ട് പോകാൻ. ഒരാൾ പ്ലസ് വൺ പഠിക്കല്ലേ, അപ്പോൾ ഒരാൾക്ക് ഇഡ്ഡലി ചട്ടിയാണ് കൊണ്ടുപോകണത്, ഒരാൾ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഒരാൾക്ക് ചോറോടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേവ് കുറവായിട്ടുള്ള ചോറ് ഊറ്റി വെക്കലാണ്. അപ്പോൾ അത് വേവിച്ചിട്ട് അത് കൊടുത്തേക്കലാണ്. അപ്പോൾ എനിക്ക് ഒരു കൂട്ടാനായിട്ട് ഞാൻ വഴുതനങ്ങ ഫ്രൈ ആക്കണതാണ്. വഴുതനങ്ങ ഒന്ന് മുരിച്ചേക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഊറ്റിയുണ്ടായ വഴുതനങ്ങ ഇങ്ങനെയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ചട്നി പെട്ടെന്ന് റെഡിയാക്കിയിരുന്നാൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ സ്കൂൾ ദിവസമാകുമ്പോൾ പല തിരക്കുകളല്ലേ കാരണം ഞാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂരമീന വാങ്ങിക്കണം. അപ്പോൾ അതിലേക്കുള്ള മസാലയാണ് പച്ചക്കുരുമുളക്, വലിയ ജീരകം, ഒരു കഷ്ണം ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇത്രയും നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു മുറി ചെറുനാരങ്ങ നീര്, അതല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വിനാഗിരി ഇത്രയും ചേർത്ത് നമ്മൾ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ നല്ല മസാലയ്ക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്രയായിട്ട് നമ്മളെ ചൂരമീൻ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മീൻകറം നന്നായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മസാലയൊക്കെ പുരട്ടി വെച്ച് മീനവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കറി ഉണ്ടാക്കുന്നത് കുമ്പളങ്ങയാണ്. അപ്പോൾ അതൊന്നും അതിനായിട്ടില്ല. അപ്പോൾ മീനൊക്കെ കിട്ടിയപ്പോൾ പെട്ടെന്ന് വൃത്തിയാക്കിയിട്ട് മസാലയൊക്കെ പുരട്ടി വെക്കുകയാണ്. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടോ, മുഴുവൻ ഞാൻ എടുത്തിട്ടില്ല. ഇത് കുറച്ച് കൂർക്കയാണ് കേട്ടോ ബക്കറ്റിൽ കാണിച്ചത്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കൂർക്കയുടെ മണികളിട്ടിട്ട് തെയ്യ് മുളപ്പിച്ചിരുന്നു കേട്ടോ. അതൊന്ന് മുറിച്ച് വെച്ചാൽ കുറച്ച് കൂർക്കടതാണ്. അപ്പോൾ വെറുതെ ഒന്ന് കൂർക്കയുടെ പുറത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കിയപ്പോൾ കുറച്ച് പുറത്ത് കൂർക്കമണികൾ കണ്ടപ്പോൾ ഒന്ന് പറിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ കൂർക്ക പറിച്ച് നോക്കിയപ്പോൾ ഒരുപാട് വൃത്തിയും അങ്ങനെ വെള്ളം പോണ പാത്തിയിലാണ് കേട്ടോ മണ്ണിട്ടിട്ട് പാകിക്കണത്. നമ്മൾ ഷീറ്റിൻ്റെ പക്കത്ത് വെക്കൂലേ വെള്ളം പോലുള്ള പാത്തി, ആ പാത്തിന്ന് കിടന്നിട്ട് കളഞ്ഞിരുന്നു. അപ്പോൾ അതിൽ മണ്ണിട്ടിട്ടാണ് ഞാൻ കൂർക്ക നട്ടിക്കുന്നത്. 10 മണിച്ചിരി ആയിരുന്നു കൂടി നട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കൂർക്കി വെച്ചതാണ് കേട്ടോ. ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷയൊന്നുമില്ല, വെറുതെ വെച്ച് നോക്കിയതാണ്. അപ്പോൾ അതൊന്നുമില്ല, അത്യാവശ്യം കൂർക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. എനിക്കാണെങ്കിൽ കൂർക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വീഡിയോ ഒക്കെ ആയിട്ട് കാണിക്കണം കേട്ടോ. അപ്പോൾ കൂർക്ക രാവിലെ കുറച്ച് വെറുതെ ഒന്ന് പറിച്ചു നോക്കിയപ്പോഴാണ് കുറച്ച് നേരം കൂർക്ക കിട്ടിയതാണ് ആ ബക്കറ്റിൽ കാണിച്ചത്. അപ്പോൾ ബാക്കി കൂടി പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിൽ കൂർക്കൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഏരി വേണ്ടിയിട്ടൊക്കെ മണ്ണിലുണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ പെരിച്ചാഴ്ച എല്ലാം നല്ലതാണ്. ഈ പെരിച്ചാഴി ഉണ്ടെങ്കിൽ ഒരു മണ്ണിൽ സംഭവം ഉണ്ടാക്കിയാലും ഉണ്ടാകും എല്ലാ പണിയൊക്കെ. ഇഞ്ചിയായാലും പൂവയായാലും ഒക്കെ ഒരു മാന്തി ശരിയാക്കും കേട്ടോ. അപ്പോൾ ഇത് ടെറസിൻ്റെ മുകളിൽ ആയതുകൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ അത്യാവശ്യം 1 കിലോത്തോളം കൂർക്കയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ഇന്നത്തെ കൂർക്കയാക്കാൻ വിചാരിച്ചു കിട്ടിയതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനല്ലോ. അപ്പോൾ എനിക്ക് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പച്ചക്കറി ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ നമുക്ക് എന്താണ് കഴിക്കണേക്കായി ഇഷ്ടമുള്ളത് ഉണ്ടായി കാണാൻ. അപ്പോൾ എനിക്ക് സമയമുള്ള സമയത്ത് ഞാൻ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പച്ചക്കറി എന്നല്ല, ചെടികൾ പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാൻ കേട്ടോ. അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ അങ്ങനെ ഡ്രസ്സ് കുട്ടിയുടെ തുണികളൊക്കെ തോരിടാൻ വേണ്ടിയിട്ട് മുകളിൽ പോയപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് പറിച്ചു നോക്കിയാൽ കൂർക്ക. അപ്പോൾ ഉണ്ടാണ്ട് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നെ മൊത്തത്തിൽ അതാണ് പറിച്ചിട്ട് മതി, ബാക്കി കരുന്ന് കരുതിയിട്ട് പിന്നെ അതായിട്ടോ പണി. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് തന്നെ പിന്നെ കൂട്ടൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ കാണുന്നവരൊക്കെ കണ്ടു പോകാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, ലൈക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക ചെയ്യണില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ 90% സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഇന്ന് ചോറ് നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടി, അതുപോലെ നാടൻ കുമ്പളങ്ങയുടെ മോരൊഴിച്ച കറി, നമ്മൾ ചൂരമീൻ വറുത്ത കൊട്ടുന്നത് ഇത്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും
ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ